ഒരു വർഷം മുൻപ് വന്നിരുന്നു. അവർ ഞങ്ങളുടെ വീടിന് തീയിടുന്നത് കൺമുന്നിൽ കണ്ടു. വീണ്ടും വന്നാലും, താങ്കൾ വീണ്ടും മണിപ്പൂരിലേക്ക് വന്നാലും, ഇപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. പക്ഷേ ദുഃഖത്തോടെ പറയട്ടെ, ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞങ്ങളുടെ വീടുകൾക്ക് തീയിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ കൂടെ അങ്ങനെ സംഭവിച്ചു. ഇവിടെ ഒരു ബോംബ് സ്ഫോടനം നടന്നിരുന്നു. സാർ, ഞങ്ങൾക്ക് സുരക്ഷ വേണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളിലേക്ക് പോകണം. എത്ര നാളാണ് ഇവിടെ ഇങ്ങനെ കഴിയുന്നത്? എൻ്റെ വല്യമ്മ ഇപ്പോഴും അവിടെയുണ്ട്. ഇപ്പോഴും അവിടെയാണോ? അതെ. അവർക്ക് എങ്ങനെയുണ്ട്? നിങ്ങളുടെ വല്യമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലേ? എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല സാർ. ഞങ്ങൾക്ക് വല്യമ്മയെ ബന്ധപ്പെടാൻ സാധിച്ചാൽ പോലും അവർക്ക് ഇവിടെ വരുവാനോ ഞങ്ങൾക്ക് സഹായിക്കുവാനോ കഴിയില്ല. ഞങ്ങളുടെ ഗ്രാമത്തിലെ വീടുകൾ ഇപ്പോഴും തീയിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴുമോ? അതെ, ഇന്ന് രാവിലെ വരെ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ നിങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ, നിങ്ങൾക്ക് സുരക്ഷ വേണം, അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് പോകാൻ സാധിക്കണം, അല്ലേ? ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ജീവിക്കണം. ഈ സംഘർഷം തുടങ്ങാൻ കാരണം എന്താണ്? തെറ്റിദ്ധാരണ കാരണമാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ്? അതെ, തെറ്റിദ്ധാരണ മൂലമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ഈ ആക്രമണങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടോ? ഒരിക്കലുമില്ല സാർ. പുറത്തുനിന്നുള്ള പലരും മണിപ്പൂരിലെ സ്ഥിതിഗതികൾ അന്വേഷിക്കാൻ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഒരിക്കൽ പോലും ഞങ്ങളെ കാണാൻ വന്നിട്ടില്ല. ആഭ്യന്തരമന്ത്രി വന്നിട്ടില്ല. ആസാമിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആൾക്കാർ ഇവിടെ വന്നു. പക്ഷേ ഞങ്ങളുടെ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒരിക്കലും ഞങ്ങളെ കാണാൻ വന്നിട്ടില്ല. ഞങ്ങൾക്കാവശ്യമായ മരുന്നുകൾ ലഭിക്കുന്നില്ല. എൻ്റെ സഹോദരൻ മരിച്ചുപോയി, ശസ്ത്രക്രിയയിലെ പിഴവ് മൂലം. സഹോദരന് മരണം സംഭവിച്ചു, അല്ലേ? അതെ, ചികിത്സിച്ചവരുടെ അശ്രദ്ധ മൂലം. വരൂ, ഇവിടെ വന്നിരിക്കൂ. ഇങ്ങനെ സംഭവിച്ചത് ചികിത്സാ പിഴവ് മൂലമാണ്. അങ്ങനെയാണ് ആളുകൾ പറയുന്നത്. ഇവരുടെ സഹോദരന് സംഭവിച്ചത് എന്താണ്? അദ്ദേഹത്തിന് അസുഖം വന്നു. എന്നാൽ ഒരു ചികിത്സാ സഹായവും ലഭിച്ചില്ല. ഒരു മരുന്നും നൽകിയില്ല. ഞങ്ങൾക്ക് ഒരു സഹായവും ലഭിച്ചില്ല. സർക്കാരിൽ നിന്ന് യാതൊരു സഹായവും ലഭിച്ചില്ല. ഞങ്ങളെ ദയവായി സഹായിക്കണം സാർ. താങ്കളാണ് ഞങ്ങളുടെ ശബ്ദം. നിങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാം. മരുന്നുകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ചില്ലറ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഗർഭിണികളായ സ്ത്രീകൾ വരെയുണ്ട്. കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, അവർക്കൊക്കെ സഹായം വേണം. 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. ഈ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കാൻ സർക്കാരിന് സാധിക്കും. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഗവൺമെന്റിന് താല്പര്യമുണ്ടെങ്കിൽ വളരെ വേഗം ഇവിടുത്തെ സംഘർഷം അവസാനിപ്പിക്കാൻ സാധിക്കും. എൻ്റെ ഭർത്താവ് BP സ്ട്രോക്ക് വന്ന് മരിച്ചു. എൻ്റെ മകൻ ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടു. അവൻ BA പഠിക്കുകയായിരുന്നു. നിരപരാധിയായ അവൻ കൊല്ലപ്പെട്ടു. ആദ്യമായിട്ടാണോ ഇങ്ങനെയൊരു സംഘർഷം ഉണ്ടാകുന്നത്? അതോ ഇതിനു മുൻപ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ സംഘർഷം ഉണ്ടാകുന്നത്. അവർക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്, ദയവായി ഞങ്ങളുടെ ആളുകളെ സഹായിക്കണം. അവരുടെ വിഷമങ്ങൾ എന്നോട് പങ്കുവച്ചതിൽ അവരോടുള്ള എൻ്റെ നന്ദി അറിയിക്കൂ. താങ്ക് യു. Okay. ഇത് എന്നെ ഏൽപ്പിക്കാൻ വന്നതാണോ? വിഷമിക്കരുത്, എല്ലാം ശരിയാവും. കരയേണ്ട. Everything will be okay. Don't cry. മോദി ഒരു പ്രാവശ്യം പോലും ഇവിടെ വന്നില്ല. എന്ത് ചെയ്യാൻ സാധിക്കും? ഞങ്ങൾ വളരെയധികം കഷ്ടപ്പാടിലാണ്. 1 വർഷത്തിലധികമായി ഈ കലാപം തുടങ്ങിയിട്ട് ഞങ്ങൾ വളരെ നിരാശയിലാണ്. താങ്കൾ പല പ്രാവശ്യം ഇവിടെ വന്നു. ഞങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാം. അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്കൾ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകണം. ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ പോരാടണം. താങ്കൾ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുമല്ലോ സാർ. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി പല പ്രാവശ്യം ശബ്ദമുയർത്തി. ഞങ്ങൾ പാർലമെന്റിൽ സംസാരിച്ചു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ MP സംസാരിച്ചു. കോൺഗ്രസിന്റെ എല്ലാ MPമാരും മണിപ്പൂരിലെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി പാർലമെന്റിൽ സംസാരിച്ചു. ഞങ്ങൾക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ സാധിക്കും. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ 5 ദിവസം മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യാൻ ശ്രമിക്കും.
നിങ്ങളുടെ പ്രശ്നമുയർത്തി സമ്മർദ്ദം ചെലുത്താൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്ന് സ്വന്തം വീടുകളിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പു നൽകാൻ കഴിയില്ല. കാരണം ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് സർക്കാരാണ്. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. താങ്ക് യു.